നെച്ചോണ്ട് നടക്കാൻ കുറച്ച് പാടാണ്. ഇങ്ങനത്തെ ഒരു മെഷീൻ ഒന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ എൻ്റെ സാഹചര്യത്തിൽ. ബട്ട് ഈ ഒരു 15,000 റെഡ് ലൈൻ ഉണ്ടോ, ഇറ്റ്സ് മാഡ്. ഇത് ഈ ഒറ്റ റീസണാണ് ഞാൻ ഈ മെഷീൻ നോക്കാനുള്ളതിൽ ഏറ്റവും വലിയ റീസൺ. ഇതിന് ബ്രേക്സ് ആർ നോട്ട് ദാറ്റ് ഗുഡ്. ഇതിൻ്റെ പക്ഷേ നെഗറ്റീവ് സൈഡ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാറും ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഡിസൈനാണ്. സൂപ്പർ മെഷീനാണ്. ഐ മീൻ ഇതിന് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് കണ്ടാൽ മെഷീനോട് പ്രോപ്പർ റിവ്യൂ. അപ്പോൾ ഓക്കെടാ, നെക്സ്റ്റ് ടൈം കാണാം. ഞാൻ കൊച്ചിക്ക് വരുന്നുണ്ട്. ആയിക്കോട്ടെ, ഓക്കെടാ, പോയിടാ കാണാടാ. ഒരു റെഡ് ലൈൻ കയറുന്ന എഞ്ചിനുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കയറി പോകുന്നത് കാണാൻ രസമാണ്. ഒറിജിനൽ മറ്റേ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണ് 22,000 പ്ലസ് GST ഒക്കെ അവർ പറയുന്നത്, വിച്ച് മീൻസ് ക്ലോസ് ടു 25,000 റുപ്പീസ്. ഈ ആ പാരലറ്റിൻ്റെ സുഖം ഉണ്ടല്ലോ, അത് റേഞ്ച് മോനെ. ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയാമോ ഓരോന്ന് അച്ചീവ് ചെയ്യാൻ. അത് മേ ബി ഒരു റിച്ച് ഇതിനൊന്നും മനസ്സിലാവുകയില്ല. എന്നെയും പിടിക്കാനൊന്നുമില്ല, എന്നെ പിടിക്കണമെങ്കിൽ കണ്ണാടിക്ക് മാത്രമായിട്ട് പിടിക്കാം. അപ്പോൾ നമ്മൾ എടുപ്പിച്ചായിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. സ്ലോ ആൻഡ് സ്റ്റഡി റേസ് അല്ല. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഒക്കെ നമ്മൾ ഫ്യൂച്ചറിൽ ബി പറയും. GX എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. ബട്ട് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ അതിൻ്റെ സ്മോളർ ബ്രെഡ് യങ്ങർ വൺ പിന്നെ ഈ കോളേജിലൊക്കെ പോകുന്ന സമയത്തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെഷീനായി. 2000 ഐ തിങ്ക് 13-12 ആ ടൈം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈം 13-14 ഏകദേശം കോളേജ് ടൈമൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കൊന്നൊരു ഇങ്ങനത്തെ ഒരു മെഷീൻ ഒന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ എൻ്റെ സാഹചര്യത്തിൽ. ബട്ട് നൗ ഹീസ് മൈ. ഇത് എൻ്റെ 390 നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പം നിഞ്ചമോൻ ഇനി കുറച്ച് പരിപാടിയുണ്ട്. ഇതിലിപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. മെക്കാനിക്കലി എല്ലാം പക്ക പെർഫെക്റ്റ് ആക്കി. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഇൻ വെരി ഗുഡ് കണ്ടീഷൻ. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പാർട്സ്, ഇതിൻ്റെ പാർട്സ് റേറ്റ് ഇതിനൊക്കെ 8,000 9,000 ഒക്കെ എന്ന് പറയുന്നത്. 7,000 ഉണ്ട് ഈ ഒരു ബ്രേക്കിൽ എന്ന് പറയുന്നത്. നേച്ചോണ്ട് നടക്കാൻ കുറച്ച് പാടാണ്. ഇതിനെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്നും ഉണ്ടല്ലോ ഇതിനകത്ത് നിൽക്കണം കണ്ടോ. പ്രത്യേകിച്ച് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ബട്ട് ഈ ഒരു 15,000 റെഡ് ലൈൻ ഉണ്ടോ, ഇറ്റ്സ് മാഡ്. ഈ ഒറ്റ റീസണാണ് ഞാൻ ഈ മെഷീൻ നോക്കാനുള്ളതിൽ ഏറ്റവും വലിയ റീസൺ. ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിക്സിങ് കാറിലൊക്കെ അവിടെ നിൽക്കട്ടെ. ബട്ട് ഇതിൻ്റെ എഞ്ചിൻ, ആ ഒരു റെഡ് ലൈൻ കയറുന്ന എഞ്ചിനുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കയറി പോകുന്നത് കാണാൻ രസമാണ്. അതിൻ്റെ കൂടെ ഇതുണ്ടോ, ഈ മീറ്റർ സിമ്പിൾ, അതിനകത്തൊന്നുമില്ല. ക്ലോക്ക്, ട്രിപ്പ് 2 ട്രിപ്പ് മീറ്റർ ഉണ്ട്, ഒരു ഓഡോമീറ്റർ ഉണ്ട്, ഒരു ഓൾഡ് സ്കൂൾ. ഇത് പക്ക ഓൾഡ് സ്കൂൾ മെഷീനാണ്. ഇതൊരു അപ്ഡേറ്റഡ് മറ്റേ നിഞ്ച 400 പോലെ GX 4R പോലെ അത് അങ്ങനത്തെ ഒരു മെഷീനല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓൾഡ് സ്കൂൾ ബൈക്ക്. ഇറ്റ്സ് എൻ ഓൾഡ് ബൈക്ക്, ഇറ്റ്സ് എൻ ഓൾഡ് സ്കൂൾ ബൈക്ക്. ബട്ട് ഈ ഏജ് ലൈക്ക് ഫൈൻ വൈൻ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ മെഷീൻ ഏജ്ഡ് ആയിരിക്കുന്നത്. തീയാണ് തീ. അല്പം സമയം എടുക്കത്തേ ഉള്ളൂ, ചെറിയ കയറുന്നേട്ടോ. സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയാമോ ഓരോന്ന് അച്ചീവ് ചെയ്യാൻ. അത് മേ ബി ഒരു റിച്ച് ഇതിനൊന്നും മനസ്സിലാവുകയില്ല. പീപ്പിൾ ഹു ആർ ബോൺ വിത്ത് ഗുഡ് എമൗണ്ട് ഓഫ് മണി ദേ വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ നമ്മളിപ്പോഴുള്ള സാധാരണക്കാർ പണിയെടുത്ത് കഷ്ടപ്പെട്ട് അവരുടെ ചില കുഞ്ഞു കുഞ്ഞു ബിസിനസ്സൊക്കെ റൺ ചെയ്ത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ
ഞാൻ പണ്ട് എനിക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരൊക്കെ മേടിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഐ വാസ് ഹാപ്പി ഫോർ ദം. ഫുൾ പറയാറുണ്ട്, ഇന്ന് നീ അവരുടെ അച്ചീവ്മെൻറ്റ് കൈയടിക്കും, നാളെ നിൻ്റെ അച്ചീവ്മെൻറ്റ് വരും, ബൈ ദ ടൈം ദേ വിൽ ക്ലാപ്പ് പോയി എന്ന് പറയും. വരും, ഇതതിൻ്റെ ഒരു തുടക്കമാണ്. ഓക്കെ, വിൽ ബി ബൈ ബിഗർ ബ്രദേഴ്സ്. എനിക്കിതിൻ്റെ ഇപ്പം നമ്മൾ 200 150 cc കാറ്റഗറി എൻജോയ് ചെയ്തു, 200 300 എൻജോയ് ചെയ്തു, പിന്നെ 300 400 വന്നു. നെക്സ്റ്റ് വൺ ഐ തിങ്ക് നമുക്കൊരു 600 പിടിക്കണം, ഒരു GX6R ഡേറ്റോണയോ അങ്ങനെ എന്തെങ്കിലും. ഫ്യൂച്ചറില്ല കേട്ടോ, ഇപ്പോഴൊന്നുമല്ല. പിന്നെ ആ 600 cc ഈ 900 വേണ്ടത്. പിന്നെ ആ 600 cc എൻജോയ് ചെയ്തതിന് ശേഷം വിൽ ഗോ ടു ദ ലിറ്റർ ക്ലാസ്. എല്ലാ ക്ലാസ്സും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻജോയ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു മൈൻഡ്. ഒരുപക്ഷെ ഞാൻ ഈ 300 എടുത്തില്ലായിരുന്നെങ്കിലും എൻ്റെ പ്ലാനെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ 300 എടുക്കാനായിരുന്നു. പക്ഷേ ഓപ്പൺലി പറയാമല്ലോ, എനിക്ക് നേക്കഡ് ബൈക്സ് റെഡിയാകത്തില്ല, എൻ്റെ റൈഡിങ് സ്റ്റൈലിന് പറ്റത്തില്ല. എൻ്റെ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് റൈഡിങ് സ്റ്റൈലാണ്. എനിക്ക് നേക്കഡ്സ് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. കോർണേഴ്സിലോട്ട് ഡൈവ് ചെയ്യാനാണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും എല്ലാം പ്രോബ്ലമാണ്. അത് സ്ട്രീറ്റ് റൈഡിനൊക്കെ ഓക്കെയാണ്. ഫോർ മീ എനിക്ക് സൂട്ട് ആവുകയില്ല. എൻ്റെ കാര്യത്തിൽ ഐ നീഡ് ഇതൊരു പ്യുവർ സ്പോർട്ട് മെഷീൻ അല്ല, ബട്ട് ഇറ്റ് ഈസ് എ സ്പോർട്ട് ടൂറർ ആൻഡ് ഇറ്റ്സ് എൻ അമേസിംഗ് ബൈക്ക് എല്ലാ രീതിയിലും. പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ആൻഡ് ദാറ്റ് പ്രൊഡ്യൂസിങ് ക്ലോസ് ടു 39-40 PS പവർ ഉണ്ട്. ഒരു 27 mm ടോക്ക് ഉണ്ട്. ഇതിന് പക്ഷേ ഇതിൻ്റെ ബ്രേക്സ് ആർ നോട്ട് ദാറ്റ് ഗുഡ് വരുന്നത്. സോ ബ്രേക്കിംഗ് ഇറ്റ്സ് ഗുഡ്, ഫീഡ്ബാക്ക് ഓക്കെയാണ്, പക്ഷേ അത്ര അഗ്രസീവ് അല്ല. ബട്ട് KTMൻ്റെ ബ്രേക്കിംഗ് ഈസ് അമേസിങ്. അതിൻ്റെ ഡിസൈൻ എവർഗ്രീൻ ഡിസൈനാണ് മെഷീൻ വരുന്നത്. എല്ലാ കാലവും ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ഡിസൈനാണ്. സൂപ്പർ മെഷീനാണ്. ഐ മീൻ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് കണ്ടാൽ മെഷീനോട് പ്രോപ്പർ റിവ്യൂ. ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ്, ക്വാളിറ്റി അടിപൊളിയാണ്, എൻജിൻ സൈഡ് അമേസിങ് എൻജിനാണ്, റെഡ് ലൈനൊക്കെ സൂപ്പറാണ്. ദിസ് ബൈക്ക് ഈസ് ഫാസ്റ്റ് ബട്ട് നോട്ട് ക്വിക്ക്. ദർ ഇസ് എ ഡിഫറൻസ്. ഇത് അത്ര ഇത് ഫാസ്റ്റാണ്. ഇറ്റ് ക്യാൻ ഗോ മേ ബി ഒരു 180 km/h ഈസിലി സ്പെക്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ടേക്സ് ടൈം ടു ഗോ. ഒരു തേർഡ് ഗിയറിൽ 100 ക്രോസ് ചെയ്യാൻ പറ്റും. ഷോർട്ടർ അല്ല, ലോങ്ങർ ടോൾ ഗിയർ റേഷ്യൂസ് ആണ്. അപ്പോൾ ഇതിനൊരു മിഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിനൊരു ലോ എൻഡും മിഡ് റേഞ്ചും ഇല്ല. ഇതിൻ്റെ കളി മൊത്തം ഇരിക്കുന്ന ടോപ്പ് എൻഡാണ്. ഓക്കെ, എഞ്ചിൻ അങ്ങോട്ട് ഒരു 8,000 9,000 RPM കഴിയുമ്പോഴത്തേക്ക് എഞ്ചിനൊരു ഫീലുണ്ട് മോനെ, അങ്ങ് കത്തി കയറും. ദാറ്റ്സ് നിഞ്ച 300. ഇതിൻ്റെ പക്ഷേ നെഗറ്റീവ് സൈഡ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാർട്സ് ഭയങ്കര എക്സ്പെൻസീവാണ്, ഓവർ എക്സ്പെൻസീവ് ആണ് പറയാം. കാരണം ഞാൻ എക്സ്പെൻസീവ് എന്ന് പറയാൻ റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു 300 cc ക്ലാസ് മെഷീൻ നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. അവന്മാരത് എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണെങ്കിലും ബ്രോഫിന് വേണ്ടി വെച്ചിരിക്കുന്നതാണെങ്കിലും കുറച്ചധികം കൊള്ളയാണെന്ന് ഞാൻ പറയും. ഇതിനൊക്കെ എനിക്ക് 7,000 രൂപ എന്തോ വരുന്നുണ്ട്. ഒരു കേബിളിന് വരുന്നുണ്ട് ഭയങ്കര കോസ്റ്റ്. ഓരോ പാർട്ടിനും എനിക്ക് ഇതിനൊക്കെ നല്ല റേറ്റാണ്. ഈ ഒരു കവറിന് എന്തോ 20,000 എന്തോ ഒരു ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീൽഷീലിന് 12,000 13,000 ചാർജ് ചെയ്യുന്നുണ്ട്. വണ്ടി ക്രാഷ് ആയി കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ് ഹൈയാണ്. പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എളുപ്പം കിട്ടത്തില്ല. ബട്ട് അതർവൈസ് ദിസ് ഈസ് എ പീസ് ഓഫ് കേക്ക്. ഒരു ജാപ്പനീസ് ആർട്ടാണ് ഈ മെഷീൻ. ഓക്കെ, എനി ഡേ ഐ വിൽ സജസ്റ്റ് ദിസ്. ഇവൻ്റെ മെയിൻ കോമ്പറ്റീറ്റർ വരുന്നത് RC 390 R3. സത്യം പറഞ്ഞാൽ RC ഈസ് ഫാസ്റ്റർ ദാൻ ദിസ്, ക്വിക്കർ ദാൻ ദിസ്. R3 നോക്കുമ്പോൾ യമഹ R3 നോക്കുമ്പോഴത്തേക്ക് ഇതൊരു കട്ടക്കാണ്. പക്ഷേ ഒരു പടി മുന്നിൽ യമഹ ആണ്. യമഹ ഇതിനേക്കാളും കുറച്ചുകൂടെ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആട്ടോ. ഒരുപാട് താഴെന്നല്ല പറഞ്ഞ, പക്ഷേ കുറവാണ്. ഇപ്പം കുറച്ചുകൂടെ കൂടുതലാണ്. ബട്ട് ഇതൊരു ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് പവർ. റൈഡിങ് ആൻഡ് നിഞ്ച ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് പവർ. ഇറ്റ്സ് ലൈക്ക് ഫീലിംഗ് ദാറ്റ് മെഷീൻ. എല്ലാ രീതിയിലും ഭയങ്കര സ്പോർട്ടി പോസ്റ്ററൊന്നുമല്ല. എനിക്ക് പൊളിക്കണമെങ്കിൽ പൊളിക്കാം, ട്രാക്കിൽ കൊണ്ടുവന്നാൽ ട്രാക്കിൽ കൊണ്ടുപോകാം, സെയിം ടൈം എനിക്ക് ടൂറിങ്ങിന് യൂസ് ചെയ്യാം. ഇറ്റ്സ് എൻ ഓൾ റൗണ്ടർ ഗൈസ്. ഇറ്റ്സ് എ വെരി ഗുഡ് മോഡൽ സൈക്കിൾ.
എങ്ങനെയുണ്ട് കുറച്ച് കാലത്തിന് ശേഷം എഞ്ചി ഓടിച്ചിട്ട്? സെറ്റ്. പക്ഷേ RC390 ഇയാള് പോടോ എഴുതിട്ട്. ആ പാരലറ്റിൻ്റെ സുഖം ഉണ്ടല്ലോ, അത് റേഞ്ച് മോനെ. സംഭവം ശരിയാണ്. ഞാൻ ഇവിടെ കോംപ്രമൈസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഇല്ലല്ല, ഇവിടെ ഞാൻ റൈഡിങ് പോസ്റ്റ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഐ എം ഓക്കെ. കുറച്ചുകൂടെ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇത് പിന്നെ കുറച്ചും കൂടെ അത്രയും കമ്മിറ്റഡ് അല്ലല്ലോ. കമ്മിറ്റഡ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും മീൻസ് അത് ഇച്ചിരി അപ്ഡേറ്റ് ആയിട്ടിരിക്കും. ബട്ട് ഇത് ആക്ച്വലി വി മീറ്റ് ഇൻ ദ മിഡിൽ എന്ന് പറയത്തില്ലേ, അതേപോലെ ഡ്യൂക്ക് ആകുമ്പോൾ ഇങ്ങനെ പോകും. ആവശ്യമാകുമ്പോഴത്തേക്ക് ഭയങ്കര കമ്മിറ്റഡ്. ഇവൻ ഇൻ ദ മിഡിൽ, തൊട്ട് മുകളിൽ ഐ ക്യാൻ ഡു ബോത്ത് എന്ന് പറയില്ലേ, ഹി ക്യാൻ ഡു ബോത്ത്. പക്ഷെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ടോ? ഫിറ്റ് ആൻഡ് ഫിനിഷ് സെറ്റാണ്. എല്ലാ സർവീസ് എല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് തീർത്തു. ഒരു 12,000 രൂപ ബില്ല് തന്നാ പോര്. സാറിൻ്റെ വണ്ടിയും ബില്ലും അത്. ഹാപ്പി അല്ലേ? ഓ എന്തൊരു പ്രൈസാണ് അത്. ഒരു ഗിയറിൽ വന്നൊക്കെ ഇവനൊക്കെ പാവം. ബ്രേക്ക് ലിവർ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇത്രാകത്തുള്ള ചെയിൻ ഈ മൊത്തം സർവീസിന് പൈസ ഈ ചെയിൻ സ്പ്രോക്കറ്റിന്. അതെ, ചെയിൻ സ്പ്രോക്കറ്റ് വരുമ്പോഴത്തേക്ക് ഭയങ്കര പൈസ. ഒറിജിനൽ മറ്റേ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണ് 22,000 പ്ലസ് GST ഒക്കെ അവർ പറയുന്നത്, വിച്ച് മീൻസ് ക്ലോസ് ടു 25,000 റുപ്പീസ് ഈ ചെയിൻ സ്പ്രോക്കറ്റിന് ഇതിന്. പക്ഷേ അല്ലാണ്ട് പുറത്തെടുക്കുകയാണെങ്കിൽ റോൾ ഓൺ കഴിഞ്ഞിട്ട് 12 വരും. പക്ഷേ അതും കൂടുതലാണ്. 12-13 വരും തോന്നുന്നു. എത്ര 390 എത്ര 3,000 4,000 വരുന്നു. ആ കാര്യത്തിൽ KTM ഇന്ത്യൻ മെയ്ഡ് ആയതുകൊണ്ട്. പിന്നെ മറ്റേ അവസാനം പറയുമ്പോൾ പറയത്തില്ലേ, കാരണം ജപ്പാനാണ് ആ ഒരു ജപ്പാൻ. അത് കുറച്ചുകൂടെ താഴത്തെ ലെവൽ ജപ്പാൻ, ഇത് കുറച്ചുകൂടെ ഉയർന്ന ലെവൽ ജപ്പാൻ.